ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് മോർണിംഗ് റുട്ടീനാണ്. ഏകദേശം 1.5 മാസമായിട്ട് കേട്ടോ ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് അബുദാബിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗ്സ് ഒന്നും ഇടാഞ്ഞത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓരോ വീഡിയോസ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അന്നാണെങ്കിൽ നമുക്ക് മഴ കാരണം ക്ലാസ് ഉണ്ടായിരുന്നില്ല. മഴയൊക്കെ കാരണം ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. രാവിലെ എണീറ്റപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നടന്നു, ചെടികളെയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റൂമിലേക്ക് എത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാനാട്ടോ ഇരുന്നത്. ഇന്ന് ചെയ്യാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എഴുതിയാൽ തന്നെ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഐഡിയ ഒക്കെ കിട്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജേർണലിംഗ് ചെയ്യാനാട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ചെയ്യാനുള്ള ജേർണൽ തീംസ് ഒക്കെ ഞാൻ നേരത്തോടെ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പ്രിന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്നൊരു ബീച്ച് തീമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ള സ്റ്റിക്കേഴ്സും പ്രിന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ചാനലിലാണെങ്കിലും ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അപ്കമിങ് വീഡിയോസിലൊക്കെ നമുക്ക് പുതിയ പുതിയ തീംസ് ഒക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഒരു ഗ്രിഡ് തീമിലൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനിയുള്ള വീഡിയോസിൽ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ പെരുന്നാള് അബുദാബിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനുശേഷമുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ജേർണലിംഗ് ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ വാങ്കോയുടെ തീമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവര് പോയിട്ട് കണ്ടു നോക്കാം. ഞാനാണെങ്കിൽ ഓരോ തീംസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് എനിക്ക് വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിൻട്രസ്റ്റിൽ കുറെ നോക്കിയിട്ടാണ് ഈ ഒരു തീം എനിക്ക് കിട്ടിയത്. അതില് ബീച്ച് തീം ആയിരുന്നില്ല കേട്ടോ, വേറെ ഏതോ തീമായിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു ഈ ഒരു തീമിൽ ചെയ്യാന്ന്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്ത് നോക്കിയത് അതേപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെയ്യണത് ബീച്ച് തീം ആണല്ലോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ വീഡിയോസ് ഒക്കെ എന്താണെന്ന് പറയുക അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആവണത്. മെയിനായിട്ട് ഞാൻ എല്ലാം ഷൂട്ട് ചെയ്ത് വെക്കും, പക്ഷേ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനൊക്കെയുള്ള മടി കാരണമായിട്ട് ഇത്ര ലേറ്റ് ആവുന്നത്. ഇനി എന്തായാലും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങാം കേട്ടോ. പിന്നെ ഞാൻ ഒരു റൂം മേക്ക് ഓവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം എൻ്റെ റൂം ഒരു 1 year ആയിട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റൂം മേക്ക് ഓവർ ഒക്കെ ചെയ്യാന്ന്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് മേടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതൊക്കെ ആയിട്ട് ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ റൂം മേക്ക് ഓവർ ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഇതുവരെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ സംസാരിച്ച് നമ്മുടെ ജേർണലിങ്ങിൻ്റെ മെയിൻ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷന് പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. ബീച്ച് റിലേറ്റഡ് ജേർണലാണല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബീച്ച് തീമിൽ വരുന്ന തന്നെ കോഡ്സ് ഒക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാന്ന്. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒരു 3 കോഡ്സ് 3 പേപ്പറിലാക്കിയിട്ട് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എഴുതി വെച്ച കാർഡ്സ് ഒക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബീച്ചിന്റെ സ്പ്രെഡ് കഴിഞ്ഞിട്ടുണ്ട്. ആ കോഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും മാത്രമല്ല, ഞാൻ ഈ ടൈപ്പ് ഓഫ് ജേർണൽ ആദ്യമായിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഇതുപോലെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ജേർണൽസ് ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനാണെങ്കിൽ
ഇത് കുറച്ചു നേരം തുറന്നു നോക്കും, പിന്നെ അടച്ചു വെക്കും, തുറന്നു നോക്കും, അടച്ചു വെക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി നമുക്കൊരു ചെറിയ മിനിസോ ഹോൾ കണ്ടാൽ, ഞാൻ അബുദാബിയിൽ പോയപ്പോൾ തൊട്ടേ വിചാരിക്കണതാട്ടോ മിനിസോ സ്റ്റോറിൽ കയറണം, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നൊക്കെ. അങ്ങനെ ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഞങ്ങളുടെ റൂമിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വലിയൊരു മോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ ഞങ്ങൾ മിക്ക ദിവസം പോവും. ഞാൻ ഓൾറെഡി മേടിച്ചത് എന്തൊക്കെയാന്നുള്ളത് ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ പെങ്കിൻ പ്ലഷ് ആണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്ലഷ് ആണ് കേട്ടോ ഇത്. പിന്നെ ഉള്ളത് അതിന്റെ തന്നെ ഒരു മിനി വേർഷൻ ആണ് കേട്ടോ. അത് ഞാനല്ല, എൻ്റെ സിസ്റ്റർ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ചെന്ന് കണ്ടപ്പോൾ അവൾക്ക് അതിന്റെ മിനി വേർഷനും വേണം. അപ്പോൾ അവള് അതിന്റെ തന്നെ സെയിം മിനി വേർഷൻ ആണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാൻഡയുടെ ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇത് എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല, ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കാർട്ടൂൺ കാറ്റ് മക്കാണ്. ഇത് ഞാൻ കുറെ ആൾക്കാരുടെ പേജിലും അതേപോലെ തന്നെ ചാനലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കപ്പായാലും പ്ലഷീസ് ആയാലും എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കാറ്റ് മഗ് തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കളർ ചേഞ്ച്, പിന്നെ അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഹോൾ വീഡിയോ കഴിഞ്ഞു. ഇനി നമുക്ക് കോളേജിലേക്കുള്ള ബാഗ് ഒന്ന് പാക്ക് ചെയ്യാം. ഞാനിതാ ഈ ഒരു പേസ്റ്റൽ കളറിൽ വരുന്ന ബാഗാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ രണ്ട് സൈഡും ഒരു ഗ്രിഡ് തീമിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു 1 സിപ്പ് ടൈപ്പ് ഓഫ് ബാഗ് ആണ് കേട്ടോ. പിന്നെ ഉള്ളിലായിട്ട് ചെറിയൊരു പോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉള്ളിൽ ഫുള്ള് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇനി ഈ ബാഗിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് തുടങ്ങാം കേട്ടോ. ഈ ഒരു വാട്ടർമെലന്റെ പൗച്ചാണ് ഞാൻ പ്രാവശ്യം മേടിച്ചിട്ടുള്ളത്. അതെന്തോ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ബാഗിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ബുക്ക്, പൗച്ച്, കാൽക്കുലേറ്റർ അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുട എന്തായാലും വെക്കണം, ഇപ്പം മഴക്കാലം ആയതുകൊണ്ട്. ഞങ്ങളുടെ കോളേജൊക്കെ തുറന്നിട്ട് ഏകദേശം 2 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് പോയി തുടങ്ങുന്നത്. അങ്ങനെ തിങ്കളാഴ്ച മുതൽ പോയി തുടങ്ങാന്ന് വിചാരിച്ചപ്പോൾ അന്നാണെങ്കിൽ മഴ കാരണം നമുക്ക് കളക്ടർ അവധി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നാണെങ്കിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്കിനി വീക്കിലി ഒരു 3 ലോങ് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ 2 ഷോർട്സും കൂടെ ഇടാന്ന്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വ്ലോഗായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.